ഗുഡ് മോർണിംഗ് ശ്രീ വി വി രാജേഷ്, കേൾക്കാമോ? സുജയ നമസ്കാരം കേൾക്കാം. സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ആദ്യമായി ഒരു കോർപ്പറേഷൻ മേയർ പദവിയിലേക്ക് BJP എന്ന പാർട്ടി എത്തുന്നത് രാജേഷിലൂടെയാണ്. ഞാനൊരു നിമിത്തം ആയി സുജയ. ആയിരക്കണക്കിന് വളരെ എന്നെക്കാലൊക്കെ കഴിവും മിടുക്കുമുള്ള പ്രവർത്തകർ ഞങ്ങൾക്ക് മുമ്പേ നടന്നുപോയി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു. മേയർ പദവിക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ആരും അറിയപ്പെടാതെ ഒരു പദവിയും ലഭിക്കാതെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയ, മരണപ്പെട്ടു പോയ, ഇപ്പോഴും കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന എന്നെക്കാൾ മിടുക്കരായിട്ടുള്ള പ്രവർത്തകർ, എന്നെയൊക്കെ ഇപ്പോൾ കൊടുങ്ങാണ്ട് വാർഡിൽ ജയിപ്പിക്കാൻ വേണ്ടി നല്ല സ്വാധീനമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അവർക്ക് കഷ്ടപ്പെട്ടത്. അവരുടെയും സമൂഹത്തിൻ്റെയൊക്കെ പിന്തുണയുടെ ഒരു നിമിത്തം, ഒരു ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. അത് ഉത്തരവാദിത്തോടെ ചെയ്യും. വി വി രാജേഷ്, തിരുവനന്തപുരം അത് തലസ്ഥാനമാണ്. തലസ്ഥാനത്തെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് മറ്റ് 5 കോർപ്പറേഷനുകളെക്കാളും ഉത്തരവാദിത്തം കൂടുതലുള്ളതാണ്. എന്താണ് വി വി രാജേഷിന്റെ മനസ്സിലുള്ള പദ്ധതി? തിരുവനന്തപുരത്തെ എങ്ങനെ മാറ്റാനാണ്? അത് ഇപ്പോൾ ജയിപ്പിച്ച ആളുകൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒപ്പം എതിരെ മത്സരിച്ച ആളുകളുണ്ട്. ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ സാധ്യമാകാത്ത എന്ത് മാറ്റത്തിലേക്കായിരിക്കും തിരുവനന്തപുരത്തെ രാജേഷിന്റെ സാരഥ്യത്തിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാനത് രണ്ടായിട്ട് ഉത്തരം തരാം സുജയ. ഒന്ന്, ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള പദ്ധതി ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. സമൂഹത്തിൻ്റെ പല മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തെടുത്ത തീരുമാനമാണ്. അത് ഞാൻ പറയുന്നതേ ഉള്ളൂ, അത് എൻ്റെ മാത്രം പദ്ധതിയല്ല. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. 2030 ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും നല്ല വികസനം എത്തിയിട്ടുള്ള 3 നഗരങ്ങളിൽ ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുക. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം, ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമാണ്. തിരുവനന്തപുരത്ത് ജനിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് വന്നൊരു 10 ദിവസം ജീവിച്ചാൽ കൊള്ളാം, എല്ലാത്തിനും സൗകര്യമുള്ള ഒരു സ്ഥലമാണ്, തിരുവനന്തപുരത്തെ മാതൃകയാക്കുക എന്ന് ഓരോരുത്തരും നാവിൽ നിന്ന് അവർ തന്നെ സ്വന്തമേ പറയുന്ന ഒരവസ്ഥയിലേക്ക് തിരുവനന്തപുരത്തെ എത്തിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹം. അതിൽ ആദ്യം സംഘടനാപരമായിട്ടുള്ള ആഗ്രഹം 2030 ആകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല 3 നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക. അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങ് ചോദിച്ച പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെയൊക്കെ തീർച്ചയായിട്ടും ഞാൻ എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞല്ലോ, അവരുടെയൊക്കെ തന്നെ അനുഭവ സമ്പത്ത്, പരിചയം ഒക്കെ തന്നെ പരമാവധി ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തായിരുന്നു, അപ്പോഴും കൗൺസിലറായി വി വി രാജേഷ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 5 വർഷം എന്താണ് കോർപ്പറേഷനിൽ നടന്നത് എന്നതൊക്കെ വ്യക്തമായി അറിയാവുന്നയാളാണ്. അപ്പോൾ അതിൽ തിരുത്തലുകൾ വേണ്ടത് എവിടെയാണെന്നും രാജേഷിന് വ്യക്തിപരമായി നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇത്തവണ പ്രതിപക്ഷത്ത് വരുന്നത് LDFും UDFും ഒന്നിച്ച് നിങ്ങളെ എതിർക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അത് വെല്ലുവിളിയാവുമോ? അവർ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഞാൻ പറയുന്നില്ല, ചില കാര്യങ്ങളിൽ ആശയപരമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വിയോജിപ്പുകൾ ഉണ്ടാകുമല്ലോ. ഇപ്പം സുജയും ഞാനും തമ്മിൽ വിയോജിപ്പ് ഉണ്ടാകുമ്പോഴാണല്ലോ പുതിയ ആശയങ്ങൾ കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ട് വിയോജിക്കണം. ജനാധിപത്യത്തിൽ ഞങ്ങൾ യോജിച്ചിട്ടുമുണ്ടല്ലോ. അപ്പോൾ വിയോജിപ്പും ചേരുമ്പോഴാണ് ജനാധിപത്യ ശക്തി ആർജിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മുൻ മേയർമാർ, മുൻ നല്ല രീതിയിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ച മുൻ ഡെപ്യൂട്ടി മേയർമാരൊക്കെ ഉണ്ട്, മുൻ MLA ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ അനുഭവ സമ്പത്ത് എങ്ങനെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു ചിന്തയും ചർച്ചയുമായിരിക്കും. ഞങ്ങൾ 2015 മുതൽ പ്രതിപക്ഷമാണ്, പ്രത്യേകിച്ച് 2020 മുതൽ താങ്കൾ പറഞ്ഞതുപോലെ ഞാനൊരു കൗൺസിലറായിട്ട് കോർപ്പറേഷനുള്ളിലുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ആ കോർപ്പറേഷനെ കുറിച്ച് പഠിക്കുകയായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി മേയർ സ്ഥാനത്തേക്ക് ജയിച്ചെത്തിക്കഴിഞ്ഞാൽ കൂടുതൽ രേഖകളൊക്കെ പരിശോധിക്കുവാനും അതിലൂടെയൊക്കെ പോകാൻ സാധിക്കും. ഈ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു കഴിഞ്ഞ 5 വർഷം. അപ്പോൾ സംഘടനാപരമായുള്ള ഇടപെടലുകളും കൗൺസിലർ എന്നുള്ള ഇടപെടലുകളും ഒരുമിച്ച് ചേർന്നതിൻ്റെ ഒരു അനുഭവ സമ്പത്ത്, 5 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട്. അതെങ്ങനെ സമൂഹത്തിനും അതോടൊപ്പം തന്നെ എൻ്റെ പാർട്ടിക്കും പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. ശ്രീ വി വി രാജേഷ്, ഇതിനിടയിൽ ചർച്ചയായ മറ്റൊരു പേര് DGP ആയിരുന്ന R ശ്രീലേഖയുടേതാണ്, റിട്ടയർഡ് IPS. R ശ്രീലേഖ മേയറാകും എന്നുള്ള വാർത്തകൾ ഇന്നലെ ഉച്ചവരെ പ്രചരിച്ചിരുന്നു. വി വി രാജേഷ് എപ്പോഴാണ് താനാണ് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയെന്ന് ആദ്യമായി അറിയുന്നത് ഔദ്യോഗികമായി? ഇന്നലെ ഉച്ചയോടുകൂടി ഡൽഹിയിലെ ചർച്ചകൾ പൂർത്തിയാക്കി രാജീവ് ചന്ദ്രശേഖർജി, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ, എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യം സെൻട്രൽ പാർട്ടി ഉൾപ്പെടെ തീരുമാനിച്ചിട്ടുണ്ട്. രാജേഷ് ജില്ലാ പ്രസിഡന്റ് കരമന ജയനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിനെയുമാണ് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അവരുമായി സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. രാത്രി അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നിട്ട് നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. ഈ സമയത്താണ് ഞാൻ ഇക്കാര്യം അറിയുന്നത്. ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്ന ഉടൻ തന്നെ ഞങ്ങൾ ഒരു ടീം ഒരുമിച്ചിരുന്ന് ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചില ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ പുറത്ത് കേൾക്കുന്ന വാർത്തകളിലൊന്ന് R ശ്രീലേഖയെ വെട്ടി വി വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് വന്നു, അതിൽ V മുരളീധരന്റെ ഇടപെടൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ അങ്ങനെയുള്ള 2 തട്ടായിട്ടുള്ള ചർച്ചകൾ നടന്നു എന്ന് മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?
രണ്ട് തട്ടൊന്നുമില്ല. ഞങ്ങൾ 7-8 ഘടകങ്ങളിൽ ചർച്ച ചെയ്താണ് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്യാൻഡിഡേറ്റിന് മുതൽ പ്രധാനമന്ത്രി വരെ തീരുമാനിക്കുമ്പോൾ 7-8 ഘടകങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ ഞാനല്ലായിരുന്നു ഈ പദവിയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ വരെ രാജേഷിനെ വെട്ടി എന്ന് പറയും. അതൊക്കെ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് ഈ ചാനലൊക്കെ വന്നതിന് ശേഷം കൊടുക്കുന്ന വാർത്തകൾ ഞങ്ങളും അതിനോടൊക്കെ തന്നെ താതാത്മ്യം പ്രാപിച്ചു പോയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഒരു വ്യക്തിക്ക് കയറി, ഇപ്പോൾ ഒരു പേര് പറഞ്ഞു, ഒരു മുൻ കേന്ദ്രമന്ത്രിയുടെ, ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിക്ക് കയറിയിട്ട് ഒരാളിനെ ആക്കാനും ആക്കാതിരിക്കാനും പറ്റുന്ന പ്രസ്ഥാനമാണോ സുജയ BJP? ഇത്രയും വലിയ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ ആർക്കും, അതിപ്പോൾ ഒരു വ്യക്തിക്ക് ഞാൻ പറയാം, ഒറ്റയ്ക്ക് കയറി ഒരാളിനെ ഒഴിവാക്കാനോ ഒരാളിനെ ഉൾപ്പെടുത്താനോ സാധിക്കില്ല. ഒരു ഘടകം 5, 6, 8, 10 പേർ ഉൾപ്പെടുന്ന ഒരു ഘടകം എല്ലാ ആസ്പെക്റ്റും ചർച്ച ചെയ്തിട്ടാണ് ചെറിയ പദവികൾ മുതൽ വലിയ പദവികൾ വരെ ആൾക്കാരെ നിയോഗിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം പല മാധ്യമങ്ങളിലും കൊടുത്ത വാർത്തകൾ തെറ്റാണല്ലോ. 1-2 പേരല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 40 പേരെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് 40 പേരുകളെങ്കിലും പല ഘടകങ്ങൾ, ഇപ്പോൾ ഡെപ്യൂട്ടി മേയറായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഓരോ വ്യക്തികളും ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് വരേണ്ടത്. ഇപ്പോൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ജയിച്ചു വന്നിട്ടുണ്ട്. അവർക്ക് രാഷ്ട്രീയ പരിചയം രാജേഷ്, ഈ ചോദ്യം ഉയരാൻ അല്ലെങ്കിൽ ഇങ്ങനെ വാർത്തകൾ വരുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ആർ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ ശാസ്തമംഗലത്തു നിന്ന് ഒരു കൗൺസിലറായി മാത്രം കൊണ്ടുപോയി ഇരുത്താനായിരിക്കില്ലല്ലോ ഉദ്ദേശിക്കുക എന്നുള്ളത് ഒരു പൊതുയുക്തിയാണ്. അത് വെച്ചുകൊണ്ടാണ്, മാത്രമല്ല അവർ പൂജകളൊക്കെ നടത്തുന്നു, അങ്ങനെ വളരെ ആക്റ്റീവായി നിൽക്കുന്നു. അപ്പോൾ ഒരു മേയറായി വരുന്നു, അതും ഒരു വനിതാ മേയറായി വരുന്നു, മുൻ DGP മേയറായി വരുന്നു, അങ്ങനെ വാർത്താ പ്രാധാന്യം ഏറെയാണ്. പാർട്ടിയിലേക്ക് വന്ന് ആദ്യ ഊഴത്തിൽ തന്നെ അവർക്ക് ജയിക്കാൻ സാധിക്കുന്നു, അപ്പോൾ അവർ മേയറാകും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന് വന്ന സൂചനകൾ വെച്ചിട്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ള വാർത്തകൾ വരിക. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയെ നടന്നിരുന്നില്ലേ? ആർ ശ്രീലേഖയെ ഒരു ഘട്ടത്തിലും പരിഗണിച്ചിട്ടേ ഇല്ല എന്നാണോ? ഞാൻ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ദേവി എന്നോട് ചോദിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം പറയില്ല. ഈ വാർത്തകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ വരുന്ന ഓരോ വാർത്തകളുടെയും മറുപടി എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ വിളിച്ചിട്ട് ഇതെങ്ങനെയാണ് വരുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിനയപുരസരം ഞാൻ ആ മറുപടിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ശ്രീലേഖ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ള പൊതുപ്രവർത്തകയാണ്. ആ പൊതുപ്രവർത്തകയെ ഏത് തരത്തിലാണ് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് പാർട്ടിക്ക് കൃത്യമായി, ഞങ്ങളെക്കുറിച്ച് പാർട്ടിക്ക് പ്ലാൻ ഉള്ളതുപോലെ തന്നെ എല്ലാ വ്യക്തികളെക്കുറിച്ചും, ആശാനാഥിനെ കുറിച്ചുള്ള പ്ലാൻ നിങ്ങൾക്ക് വ്യക്തമായല്ലോ. അതുപോലെ തന്നെ നിരവധി കൗൺസിലർമാർ വന്നിട്ടുണ്ട്. ആ പ്ലാൻ കൃത്യമായിട്ട് നടപ്പിലാക്കും. അപ്പോൾ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയ VV രാജേഷിന് എല്ലാ ആശംസകളും. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കൂടുതൽ കളറാകട്ടെ. ഒറ്റ കാര്യം കൂടി, പ്രധാനമന്ത്രി എപ്പോഴെത്തും? 45 ദിവസത്തിനകം പറഞ്ഞോട്ടെ. ആ 45 ദിവസമൊന്നും ഇനി പറയുന്നില്ല. കാരണം എന്തെന്നറിയോ, ഡിസംബർ 13 കഴിഞ്ഞ് 45 ദിവസം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വോട്ടെണ്ണി ഡിസംബർ 13 കഴിഞ്ഞിട്ട് ഏകദേശം 13 ദിവസം. അപ്പൊ 45 നിന്ന് 13 കുറയ്ക്കുക. അപ്പൊ 35, 32. അതെ, 13 ദിവസമായല്ലോ. അപ്പൊ 45 13 കുറച്ച് 32. ഇനി ഞാൻ പറയുന്നത് 32 ദിവസങ്ങൾക്കൊക്കെ എത്തും. അപ്പൊ സുജയ്ക്ക് ബോധ്യമായല്ലോ. പിന്നെ അതായത് ഡിസംബർ 14 ഒന്നാമത്തെ ദിവസമായി എണ്ണിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ആഗ്രഹം, അത് സംസ്ഥാന അധ്യക്ഷൻ PMO ആയിട്ട് ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. അത് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ 32-നെ 31-ഓ 30-ഓ ആക്കുവാനുള്ള ആവേശത്തിലാണ് ഞാൻ. സുജയ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ എല്ലാ ചാനലുകളും പറഞ്ഞു, അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്താണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷം നടത്തിയ സമാനതകളില്ലാത്ത അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം ഉണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ, രാത്രിയെ പകലാക്കിക്കൊണ്ട്. അതിൽ ഞങ്ങൾ സമരം നടത്തുമ്പോൾ അത് സമൂഹത്തിലെത്തിക്കുവാൻ വേണ്ടി റിപ്പോർട്ടർ ചാനലിൻ്റെ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ, അതിൽ പ്രത്യേകിച്ചും ഞാൻ നന്ദി പറയുന്നത് റിപ്പോർട്ടർമാരോടും ക്യാമറമാൻമാരോടുമാണ്. ലാത്തിചാർജ് നടക്കുമ്പോൾ, ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ സ്വന്തം ജീവൻ ഞങ്ങളൊക്കെ തല്ലുകൊള്ളും എന്നറിഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴേക്കും ഒരു ജോലിയുടെ ഭാഗമായിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തവർ, രാത്രി ഉറങ്ങാതെ റോഡിൽ കിടന്ന് ഉറങ്ങിയവരൊക്കെ ഉണ്ട് മാധ്യമപ്രവർത്തകർ. അവർക്കൊക്കെ തന്നെ ഈ മുന്നേറ്റത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ക്രിയാത്മകമായി, ഞങ്ങളും ഭരണപക്ഷമാകുമ്പോൾ സ്വാഭാവികമായിട്ട് വിമർശിക്കാൻ ഒരുപാട് സാഹചര്യം ഉണ്ടാവില്ല. ക്രിയാത്മകമായി ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ തിരുത്തലുകൾ വരുത്താൻ തയ്യാറാണ്. ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തിന് വേണ്ടി ഞാൻ അവരോട് നന്ദി പറയുകയാണ്, മാധ്യമപ്രവർത്തകർ, റിപ്പോർട്ടർ ചാനൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ആ ഒരു കവറേജ് തുടരും. ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ ക്രിസ്മസിന്റെ തലേന്നും അതിന് തലേ ദിവസങ്ങളും ഒക്കെ ആയിട്ട് ഈ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ പാലക്കാട്ട് കാരൽ സംഘത്തിനെതിരായ ആക്രമണം അടക്കം അങ്ങനെയുള്ള വിഷയങ്ങളിൽ VV രാജേഷിന്റെ ഒരു മേയറാവാൻ പോവുകയാണല്ലോ. VV രാജേഷിന്റെ നിലപാട് എന്താണ്?
അങ്ങനെയൊക്കെ ഇതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. പണ്ടും ഇങ്ങനെ ഓരോ വാർത്തകൾ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പാർട്ടിയുടെ നേതൃത്വം അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള വിശ്വാസങ്ങളെയും ജനങ്ങളെയും ഒരുമിച്ച് ചേർത്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതേ പോളിസി തന്നെയാണ് നാട്ടിലെല്ലായിടത്തും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും സമയം പ്രയോജനപ്പെടുത്താൻ നല്ലത്. ഉറപ്പായിട്ടും. അപ്പോൾ ഈ കാര്യത്തിൽ കൂടി ഒരു നിൽക്കുന്ന ഒരു വാർത്തയാണല്ലോ, അതുകൊണ്ട് ഞാനതൊന്ന് പാസിംഗ് ആയി ഒന്ന് സൂചിപ്പിച്ച് പോയി എന്നേ ഉള്ളൂ. അപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ എന്നുള്ളത് വി രാജേഷിന് വളരെ കൃത്യമായിട്ട് അറിയാം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ അത് ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇപ്പോൾ സ്വതന്ത്രന്റെ പിന്തുണയൊക്കെ ഉറപ്പിച്ചത് കൊണ്ട് വിജയം ഉറപ്പാണ് എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ എല്ലാ ആശംസകളും തിരുവനന്തപുരത്തിന്റെ ആദ്യ BJP മേയർക്ക്. താങ്ക് യു. വി രാജേഷാണ് നമുക്കൊപ്പം ചേർന്നത്. 10:30-ക്കാണ് ഇന്ന് ചുമതലയേൽക്കുക.